എടാ എനിക്ക് വിഷമം തോന്നാ. ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് പുറകോട്ട് പോവാം. എടാ പോവാടാ. അവൾ എൻ്റെ കാമുകിയല്ലെന്നും ഇനി മുതൽ അരവിന്ദിൻ്റെ വൈഫാണെന്നും ഞാൻ സാവധാനം ഉൾക്കൊണ്ടു. എൻ്റെ അമ്മ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഓഫീസിൽ ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം എന്തൊക്കെയോ പറഞ്ഞ് അമ്മ എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി. ജീവിതത്തിൽ നമുക്ക് വിധിച്ചത് ആരാണെന്ന് ദൈവത്തിന് അറിയാമെന്ന് പറയാറില്ലേ, അതായിരുന്നു യമുന. എനിക്ക് ലഭിച്ച വരം. ഇല്ല, കാലിലൊന്നും ഇരിക്കിരിക്ക. ഒരു വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ടല്ലേ? നമ്മളെന്തെങ്കിലും സംസാരിക്കണം. അല്ല, എന്താന്ന് വെച്ചാല് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണ്ടേ. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഇഷ്ടായിരുന്നു. ഇഷ്ടായിരുന്നു. ഏട്ടന് എന്നുവെച്ചാൽ ഇത്രയും നേരം നീ മൂളിക്കൊണ്ടിരുന്നതിന് എന്തർത്ഥമാണോ ഇതിനും അതേ അർത്ഥം തന്നെയാ. ഇനി നീ എന്തെങ്കിലും ചോദിക്കും. ശരി, ഞാൻ തന്നെ ചോദിക്കാം. നിനക്ക് ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എങ്ങനെയാ? ഐ മീൻ, ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കണമെന്നാ? എന്റെ ഫ്യൂച്ചർ ഷെയർ ചെയ്യാനും എന്നെ നന്നായി നോക്കാനും എനിക്ക് സംരക്ഷണം തരാനുള്ള ഒരു സെക്യൂരിറ്റി. ഏട്ടന് വൈഫ് എങ്ങനെയായിരിക്കണം? എനിക്കോ? എനിക്കൊരു അനിയനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹാളിൽ കിടന്ന് ഉറങ്ങിയിരുന്നത്. അവൻ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചാൽ കിടന്നുറങ്ങുക. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാൻ കൈയെടുത്ത് മാറ്റുമായിരുന്നു. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അനിയൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയെന്ന് പറഞ്ഞു. അതെങ്ങനെയാ? ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളല്ലേ. തിരിച്ചു വരുമ്പോൾ അനിയൻ ഇല്ലെന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും? അതിനുശേഷം ഞാൻ ഹാളിൽ തനിച്ച് കിടക്കുമ്പോൾ ഞാൻ രാത്രി സ്വപ്നം കാണും. സ്വപ്നത്തിൽ എൻ്റെ അനിയൻ വരും. അനിയൻ വന്ന് ചോദിക്കും, ഞാൻ കെട്ടിപ്പിടിച്ചെടുക്കാൻ നീ സമ്മതിക്കാറില്ലല്ലോ, ഇപ്പം ഞാൻ ആരെ കെട്ടിപ്പിടിച്ചെടുക്കാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയോ. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഞാൻ വേർത്ത് കുളിക്കും. അതിനുശേഷം ഞാൻ അമ്മയുടെ കൂടെ പോയി കിടക്കാൻ തുടങ്ങി. അമ്മയെ കെട്ടിപ്പിടിച്ചായിരിക്കും ഞാൻ കിടക്കുക. കുറച്ചു കാലം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഇത്രയും വയസ്സായിട്ട് നീ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത്, പോടെ പോയി തനിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് ഹോളിൽ കൊണ്ടേ കിടത്തി. അങ്ങനെ ഞാൻ ഹാളിൽ തനിച്ച് കിടക്കുമ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണും. പെട്ടെന്ന് പേടിച്ച് പറിച്ച് ഞാൻ എണീക്കുമായിരുന്നു. എനിക്ക് എന്തിനാണ് ഒരു വൈഫെന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് എനിക്ക് കിടന്നുറങ്ങണം. അതിനു വേണ്ടിയ വൈഫ്. അനാവശ്യമായിട്ട് ഓരോന്നും പറഞ്ഞ് ബോറടിപ്പിച്ചല്ലേ? ഇല്ലില്ല. വിശക്കുന്നു.
ചൊല്ലുന്നു ചൊല്ലായിരം മോഹപ്പൂക്കൾ ചൂടും രാവിൽ കിന്നാരമോതുന്നു കാതും കാതും തുള്ളി തുള്ളിയുള്ളം തെന്നി തെന്നി പായും മല്ലികപ്പൂ തെന്ന് വീശുന്ന നേരം നീയും നീയും തമ്മിൽ തൊട്ടുറുമ്പം നേരം തനിച്ച് കഴിഞ്ഞോട്ടെന്ന് കരുതി മാറി കൊടുത്തപ്പോ എന്താ പാർക്കിലൊന്ന് കളിച്ചോണ്ടിരിക്കുന്നത്? എന്ത് പാർക്കിലിരുന്ന് കളിക്കുന്നുണ്ടോ? അല്ല, അവനെപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. എന്നോട് നീ നിന്നോട് ഞാൻ ഒന്നാകുന്ന എന്നോട് നീ നിന്നോട് ഞാൻ കിനാവ് പോ ഒന്നാകുന്ന എന്നോട് നീ നിന്നോട് ഞാൻ ഒന്നാകുന്ന എന്താ പെട്ടെന്ന് പഴനി യാത്ര? നിന്റെ കല്യാണം ഫിക്സ് ആയ പഴനി ചെല്ലാന്ന് നേർച്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരും. വീട് നോക്കിക്കോണേ മോളെ. ശരി അമ്മേ. ഞാൻ ഓഫീസിലേക്ക് പോവാം. ശരി ശരി. കാണാതെ കേൾക്കാതെ നെഞ്ചോട് നെഞ്ചു ചേരും നെഞ്ചോട് നെഞ്ചു ചേരും മോഹരാവുകൾ കണ്ണോട് കണ്ണോക്കി പുന്നാരം പൂവ് ചൂടി കൈകോത്ത് മെല്ലെ മെല്ലെ നാം ഇരിക്കവേ ചൊല്ലാതൊരാശകൾ നീരാക്കിനാവുകൾ നീ എന്റെ മേൽ നിന്ന് തൊട്ടെടുത്തുവോ കേൾക്കാത്ത ഗീതികൾ കാണാത്ത കാഴ്ചകൾ നീ എന്റെ ഉള്ളിൽ ഇന്നു തേടി വന്നുവോ. വാതിലാര തട്ടുന്നു? നമുക്ക് നാളെ രാവിലെ തുറക്കാം. എന്താ മോളെ, സുഖാണോ? അച്ഛനെത്തി. എന്താ മോളെ, ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? എന്തെങ്കിലും ഒന്ന് പറ. തുള്ളി തുള്ളിയുള്ളം തെന്നി തെന്നി പായും മല്ലികപ്പൂ തെന്ന് വീശുന്ന നേരം നീയും നീയും തമ്മിൽ തൊട്ടുറുമ്പം നേരം ഉള്ളിൽ ഏതോ അഞ്ചാരി മേളം എന്നോട് നീ നിന്നോട് ഞാൻ കിനാവ് പോ ഒന്നാകുന്ന എന്നോട് നീ നിന്നോട് ഞാൻ ഒന്നാകുന്ന എന്നോട് നീ നിന്നോട് ഞാൻ കിനാവ് പോ ഒന്നാകുന്ന എന്നോട് നീ നിന്നോട് ഞാൻ ഒന്നാകുന്ന കണ്ണും കണ്ണും മെല്ലെ മെല്ലെ ചൊല്ലാതെ ചൊല്ലുന്നു ചൊല്ലായിരം മോഹപ്പൂക്കൾ ചൂടും രാവിൽ കിന്നാരമോതുന്നു കാതും കാതും തുള്ളി തുള്ളിയുള്ളം തെന്നി തെന്നി പായും മല്ലികപ്പൂ തന്നൽ വീശുന്ന നേരം എടാ രമേശ, ഒന്ന് വേഗം വാടാ. എന്ന് നീ കാരണം ഞാൻ ഓഫീസിൽ ലേറ്റ് ആവുന്നത്. ഓഫീസിൽ പോണ്ട. വരുന്നച്ചാ. വേഗം ആട്ടടാ. ഇവൻ എന്താ അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്? ഹലോ. ശരി സാർ. ഓക്കെ സാർ, ഞാൻ കൊണ്ടുവന്നേക്കാം. എടാ രമേശേ. ഞാൻ പോയി റിസൈൻ ചെയ്തിട്ട് വരാം. ഒന്ന് വേഗം എടാ മോനെ, എനിക്ക് ഓഫീസിൽ പോകേണ്ട അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോവാ. നീ ഒരു ഓട്ടോ എടുത്ത് വന്നേക്ക്. പിന്നെന്തിനാ വേഗം വന്ന് പറഞ്ഞേ? അത് ഒരു ദിവസം ഓട്ടോയിൽ പോടാ. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ കഴിയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് അച്ഛൻ വളരെ ടെൻഷനായിട്ടാണ് വന്നത്.
അല്ല സാറേ, എന്താ സത്യം ഞാൻ ഈ പറയുന്നത്. വരുമ്പോ ഞാൻ കൊണ്ടുവന്നത് അവിടെ. അച്ഛൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇതുവരെയ്ക്കും ഞാൻ അച്ഛനെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചാലും അച്ഛനൊന്നും തുറന്നു പറയില്ല. അച്ഛാ അച്ഛാ അച്ഛൻ ഷൂ ഇടാൻ മറന്നുപോയി. ദാ, ഇട്. എടാ രമേശേ, എന്താ അച്ഛാ? ഈയിടെയായിട്ട് എനിക്ക് മറവി ഇത്തിരി കൂടുതലല്ലേ? ആ, അധികമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പം മറക്കുന്നത്. വലിയ കാര്യമൊന്നും മറക്കുന്നില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരു ഷൂ മറന്നതിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അല്ല, അതല്ല. ഓഫീസിൽ പോകുന്ന വഴിക്ക് അരവിന്ദന്റെ വീട്ടിലൊന്ന് കയറണം നമുക്ക്. അച്ഛൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എന്തു പറ്റി അച്ഛാ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തോ തർക്കിക്കുന്ന പോലെ. അതൊന്നുമില്ല മോനെ, അത് വേറെ മാറ്ററാ. നീ വണ്ടി വിടിപ്പോ. ശരി, ഓക്കെ. സാർ, നിങ്ങളെ ബോസ് വിളിക്കുന്നു. ആ ദേവദാസിന്റെ അക്കൗണ്ട്സ് ഫയലിംഗ് എടുത്തോണ്ട് വാ. എന്താ അച്ഛൻ എന്തേ തരുന്നത്? അല്ല മോനെ, ഒരു പ്രധാനപ്പെട്ട ഫയലാ. ഞാനിത് ലോക്കറിൽ വെച്ചിരുന്നതാ, കാണുന്നില്ല. എവിടെയാ വെച്ച? ഇനി വെച്ച സ്ഥലം മറന്നോ? എടാ, എനിക്ക് മറവിയൊന്നും. നീ പോടാ. എന്തിനെങ്ങനെ ടെൻഷൻ ഞാൻ ആവുന്നു? നോക്കിക്കോളാം. സമാധാനമായിട്ട് നോക്ക്, ഞാൻ കൂടെ നോക്കാം. എന്താ ഫയല് കിട്ടിയോ? അത് തലവേദനിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോവാ. ആ, മോനെവിടെ? അവന്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. ഇനി എത്ര കാലം നോക്കണം? അവനെന്താ ഇപ്പൊ കൊച്ചു കൂട്ടിയെ പറ്റുവാണോ? അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എല്ലാം അവൻ നോക്കിക്കോളും, ശരിയായിക്കോളും. നീ ആ ഫയല് ഭദ്രമായിട്ട് എടുത്ത് പോയി. ഓർമ്മ വേണം, എവിടെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറക്കണ്ട. അമ്മേ, ആ, ഏട്ടൻ ഇതുവരെ വന്നില്ല. വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ. ഓഫീസ് നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെന്ന് ഫോൺ ചെയ്യ. ചെല്ല്. ഹലോ, രമേഷ് സാറുണ്ടോ? ഓ, പോയോ? ശരി, താങ്ക് യു. ഒരു ദിവസം അവനിന്ന് ലേറ്റായി പോയപ്പോ ഈ കുട്ടിയുടെ ഒരു വിഷമം കണ്ടോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ ആരോടായി ചോദിക്കുന്നേ? അച്ഛൻ അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഓ, അത് ശരി. അത് ഓഫീസിലൊരു ഫയൽ കാണാനില്ല, അതിന്റെ ടെൻഷനാ. നീ പോ. അല്ല, അച്ഛനമ്മയെ വഴക്ക് പറഞ്ഞെന്ന് കേട്ടല്ലോ. പോട്ടടാ, ഓഫീസിൽ എന്തോ ടെൻഷനില്ല അദ്ദേഹം. ഓഫീസിൽ ടെൻഷനാണെങ്കിൽ അമ്മ ഇതിനെ വഴക്ക് പറയുന്നത്. വിടടാ, നിനക്കെന്താ? നീ പോ. നിന്റെ ഭാര്യ നീ ലേറ്റായിന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് നടക്കുക. എന്താടാ? ഒരു കാര്യം. എന്താ? പോ പോ. ഭാര്യയാകുമ്പോ അങ്ങനെയൊക്കെ കാത്തിരിക്കും. അമ്മ അത് കഴുകി വെക്കും. ഹാ. അച്ഛാ,
കഴിഞ്ഞ ദിവസം കൂടെ വീട്ടിൽ വന്നത് എന്തോ പണം മറന്നു വെച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അല്ല നാത്തൂനെ. ഓഫീസിലെ ഫയൽ എവിടെ വെച്ച് മറന്നുപോയി. അതിനദ്ദേഹം മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ഏട്ടാ, എന്താ യമുന? എനിക്ക് തല ചുറ്റുന്ന പോലെ. തല ചുറ്റുന്നു. ഇരിക്ക, കുറച്ചു നേരം നീ കിടന്നോ. സർ വരണം. സോറി. അകത്തേക്ക് വാ സാർ. വേണ്ട, എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഫയലിനെ പറ്റി നിന്നോട് എന്തെങ്കിലും? എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല സാർ. അയ്യോ, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നതല്ലേ. അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞാൽ നാക്ക് പൊഴുത്തു പോകും. പക്ഷേ ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. ഏതെങ്കിലും ഒരു ബാഗ് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നോ? ബാഗ്? എന്ത് ബാഗാ സാർ? പണം എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നോ? അല്ല സാർ, നിങ്ങൾ ആ ഫയൽ വിറ്റ് പണമാക്കിയെന്ന് ചോദിക്കായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല ചോദിച്ചതാ. അദ്ദേഹം ഫയൽ കളഞ്ഞതുകൊണ്ട് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടൊന്നും കിട്ടില്ല. നിന്റെ ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നു എനിക്ക്. എനിക്കറിയാം സാർ. അതൊക്കെ പോട്ടെ മോനെ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കണം. ശരി സാർ, താങ്ക്സ്. ഞങ്ങൾ അമ്മയെ നോക്കിക്കോണേ. എന്തിനാ എണീറ്റ്? ഞാൻ പ്രഗ്നന്റ് ആയിന്നാ തോന്നുന്നേ. ഇതെന്തായാലും ഭയങ്കര ബാഡ് ഇമേജ് ആയിപ്പോയി കേട്ടോ. ന്യൂസിലൊക്കെ വന്നില്ലേ? അയലോക്കത്തുള്ളവരൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ വീടൊന്ന് മാറി തരികയാണെങ്കിൽ. ഹലോ, ഇങ്ങനെ പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാ? മോനെ, കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ട മോനെ. ഇനി എനിക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം കഴിയാൻ പറ്റില്ല. ശരി. എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാം. എന്തിനാ പുള്ളി ഇങ്ങനെ ചെയ്തത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. മോളെ യമുനെ, അത് ഏട്ടനുള്ളതാ. അതവിടെ വെച്ചിട്ട് പോ. ഞാൻ രമേശിന് വേറെ ഇട്ട് തരാം. നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം. ഇന്ന് തന്നെ പറ്റുമല്ലോ അല്ലേ? അച്ഛനും പോയി, താമസിച്ചിരുന്ന വീടും പോയി, ഉണ്ടായിരുന്ന ജോലിയും പോയി. അവസാനം ഇവിടെ എത്തിപ്പെട്ടു. എന്താ ഇത്ര വൈകിയത്? ഒന്നുമില്ല, നീ വാ. മോനെ, അവള് കഴിച്ചിട്ടില്ലടാ. നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ചെല്ല്. എന്തിനാ ഇത്രയും നേരം കഴിക്കാതിരുന്നേ? നീ ഗർഭിണിയാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തണോ? ദാ കഴിക്ക. എന്താ യമുന? രണ്ടുപേരും ഏട്ടനെ വിശ്വസിച്ചല്ലേ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞത് കാരണമില്ലാതെ നീ അത് പറയില്ലെന്ന് എനിക്കറിയാം. നമ്മൾ അവിടെ താമസിക്കുമ്പോൾ ആരെങ്കിലും ഏട്ടനെ പറ്റി പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടായാലോ എന്ത് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. എൻ്റെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ, എനിക്കവരെ ഇഷ്ടാ. എന്നാൽ അതിനേക്കാൾ എനിക്ക് ഏട്ടനെ ഇഷ്ടാ. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാ സ്വന്തക്കാരും വേണം. അതുകൊണ്ടാ. ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ യമുന. അതാ എൻ്റെ വിഷമവും. എൻ്റെ അമ്മയുടെ നെറ്റിയിൽ സിന്ദൂരമില്ല. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു, എന്നിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഗർഭിണിയായ നിനക്ക് കിടന്നുറങ്ങാൻ നല്ല സ്ഥലം പോലുമില്ല. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ കരഞ്ഞ ഞാൻ. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല യമുന. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
നെഞ്ചിൽ വിങ്ങും ഓർമ്മകൾ ഈറനാകവേ സാന്ത്വനത്തിൻ ചില്ലയിൽ കൂടു തേടണം നൊമ്പരം വിതുമ്പവേ ചാരുവിന്റെ തോളിൽ നീ വാനം പോലെ ഭൂമി പോലെ കാവൽ നിന്നിടാ പാതിമേയലിഞ്ഞ മനസ്സിൽ ശോകമെന്തിനോ കണ്ണുനീർ മറന്നു മടിയിൽ ചാഞ്ഞുറങ്ങുമോ കാലം കടന്നു പോകും നെഞ്ചിൽ നീറും മുറിവുമായി മണ്ണിൽ വീണ പൂവും ഇളം കാറ്റിൽ പറന്നു പോകും സാർ, എൻ്റെ അച്ഛൻ സാറോട് ഒരുപാട് അടുപ്പമായിരുന്നില്ലേ? അവസാനമായിട്ട് സാറിനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു അച്ഛൻ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ്? ഇല്ല മോനെ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഫയലിനെ പറ്റി സാറിനോട് എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. ഏട്ടാ, കുഞ്ഞനങ്ങുന്നുണ്ട്. തൊട്ടു നോക്ക്. ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മുൻപത്തെ പോലെയൊന്നല്ല, എനിക്കറിയാം. എന്നാൽ നമ്മൾ ഫ്യൂച്ചർ മുന്നിൽ കാണണമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല. എന്നെക്കൊണ്ടാവുന്ന വിധമൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ 25 വർഷം ജോലി ചെയ്ത ഓഫീസിലെ ആൾക്കാർ അച്ഛനെ കള്ളനെന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എങ്ങനെയാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക? എനിക്ക് ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. നിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടാ, ഏട്ടാ ഒന്ന് നിന്നെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ ഓടാൻ പാടുണ്ടോ? എന്നോട് ദേഷ്യപ്പെട്ട് ചോറെടുക്കാതെ വന്നത് അതുകൊണ്ടാ. നിന്നോട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ യമുന? അങ്ങനെ ചെയ്ത് ഞാൻ എങ്ങോട്ട് പോവാനാ? ഏട്ടന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം നീയാണ് യമുന. ശരി വാ. എന്താ കാണിക്കുന്നേ? ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. കാണുന്നവരെന്താ വിചാരിക്കുക? എന്താ എന്റെ ഭാര്യയല്ലേ ഞാൻ എടുത്തോണ്ട് പോകുന്നത്? എന്ത് കഷ്ടം. മോനെ, ഒരു കാര്യം പറയാനുണ്ട്. നീ ഓഫീസിൽ വന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന പറയാം. നിന്റെ അച്ഛൻ ഫയൽ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓഫീസർ എന്തോ കൊടുത്തുവെന്നും അതെവിടെയോ മറന്നു വെച്ചോന്നും പറയാറുണ്ടായിരുന്നു. എന്തു പറ്റി? എന്താ ഒരു വല്ലായിക? അല്ല സാറ് പണം എവിടെയാ വെച്ചെന്ന്. പണമോ? ഏത് പണം? അതൊന്നുമില്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നു. അല്ല, പണത്തെ പറ്റി എന്തോ പറഞ്ഞല്ലോ. ഞാൻ വീണ്ടും ഒന്നുമില്ല. ചോദിക്കാൻ തുടങ്ങിയപ്പോ പുള്ളി ഒഴിഞ്ഞു മാറി. ഞങ്ങളുടെ ഓഫീസറെ പോയി കണ്ട അതിനൊരു ക്ലാരിറ്റി കിട്ടും. ഒരു വലിയ ബാഗ് വല്ലതും? പണം പണം എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നോ? ആ, ഇരിക്കെ. ആ, പറയൂ രമേശ്. സർ, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതച്ഛൻ നഷ്ടപ്പെടുത്തിയോ? എന്തുണ്ടെങ്കിലും എന്നോട് പറയും സാർ. ഞാൻ ആരോടൊന്നും പറയില്ല. സാറിന് അറിയുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. 5 കോടി. 5 കോടിയോ? 5 കോടി. ഒന്ന് എളുപ്പം കെട്ടിത്തീർക്കാൻ പാടില്ലേ? ഹലോ, ആ രാഘവൻ,
ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ആ ഇപ്പൊ തന്നെ. സാറിന്റെ വീട്ടിലേക്കാണോ? ഒരു അരമണിക്കൂറിൽ വന്നാ പോരെ? ആ സാർ, എന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പറയൂ സാർ. ഈ ബാഗ് കുറച്ച് ദിവസം ഭദ്രമായി സൂക്ഷിക്കണം. ശരി സാർ. ഈ ബാഗില് 5 CR ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി. സാർ 5 കോടി രൂപയോ? ഇത്രയധികം പണം എൻ്റെ അടുത്ത്. മനസ്സിലായി, നിങ്ങൾ സത്യസന്ധനാ. പക്ഷെ എനിക്കതുപോലെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ നാളെ ഇവിടെ CBI റെയ്ഡ് നടക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതുകൊണ്ടല്ല സാർ. പ്ലീസ് രാഘവൻ സാർ, ഈ സഹായം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. എൻ്റെ അഭിമാനം നശിച്ചു പോകും. എൻ്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്ലീസ് രാഘവ. ശരി സാർ. 6 മാസം കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചാ ആ പണം എവിടെ? സാർ അത് പിന്നെ എന്താ രാഘവ? പണം പണം എവിടെ വെച്ചെന്ന് അറിയില്ല സാർ. എന്താ? എവിടെ വെച്ചെന്നറിയില്ലെന്നോ? അല്ല സാർ, അതല്ല സാർ. എവിടെയാ വെച്ചെന്ന് മറന്നുപോയി സാർ. രാഘവ സാർ, ചിലപ്പം മുട്ടുസൂചിയും പേനയും പെൻസിലും ഒക്കെ മറക്കുന്നത് സാധാരണയാ. 5 കോടി രൂപ ഒറ്റയടിക്ക് മറക്കാന്ന് വെച്ചാ സാർ അത് എനിക്കത് ഓർമ്മയില്ല സാർ. എനിക്കും അതെ. ഞാൻ നിന്റെ അടുത്ത് തന്നത് ബ്ലാക്ക് മണിയാ. അത് ഞാൻ നിന്റെ അടുത്ത് തന്നതിനും സാക്ഷിയില്ല. അത് നീ മറവി കാരണം നഷ്ടപ്പെടുത്തിയതിനും സാക്ഷിയില്ല. അങ്ങനെയല്ലേ? അയ്യോ സാർ, ആ പണം എനിക്ക് വേണ്ട സാർ. അതെവിടെയാ വെച്ചെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾ പൊയ്ക്കോ. സാർ പൊയ്ക്കോളൂ. സൂക്ഷിക്കണം രാഘവൻ. അധിക പണം എപ്പോഴും ആപത്താ. ടെൻഷൻ അടിക്കണ്ട. റെസ്റ്റ് എടുക്ക്, റിലാക്സ് ചെയ്യ്. എന്നാ നാളെ വരുമ്പോ ആ പണം കൊണ്ടുവന്നിരിക്കണം. വിശ്വസിക്കാൻ പറ്റുമോ? സാർ, എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. അതുകൊണ്ടല്ലേ അങ്ങേരെ ഏൽപ്പിച്ചേ. എന്റെ പണം എവിടെ പോയി? അപ്പൊ എൻ്റെ അച്ഛൻ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ ആ ഫയൽ. സാർ, ആ ഫയല് കാണുന്നില്ല സാർ. ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു സാർ, കാണുന്നില്ല. ഇന്നലെ പണം കാണുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് ഫയൽ കാണുന്നില്ല എന്ന് പറയാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. സത്യമായിട്ട് ഞാൻ എൻ്റെ ലോക്കറിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പൊ പിന്നെ എവിടെ പോയി? ആകെ കൺഫ്യൂഷനാണല്ലോ രാഘവ. ആ ഫയലിന്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയോ? ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ മോനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ വീട്ടിൽ ബാക്കി 2 സ്ത്രീകളില്ലേ? നിങ്ങൾ രണ്ടും ജയിലിൽ കിടന്ന അവരുടെ അവസ്ഥ എന്താകും? ആലോചിച്ച് നോക്ക്. അവർക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം. സാർ, ഞാനില്ല ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത്. രാഘവ, ആദ്യം പണം കണ്ടുപിടിക്കാൻ നോക്ക്. പണം കിട്ടിക്കഴിഞ്ഞാ ഫയൽ താനേ കിട്ടിക്കൊള്ളും. ഫയൽ മാറ്റിവെച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ എടുത്ത പണം തിരിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചേ. എന്നാൽ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യം പണം കണ്ടുപിടിക്കേ, ഫയൽ താനേ വന്നോളും. നിന്റെ ജോലി ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. ഇപ്പോൾ എനിക്ക് മറവി കുറച്ച് അധികം ഉണ്ടല്ലേ? എനിക്കെങ്ങനെ അറിയാന്? അങ്ങേരെ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് എന്നെ വന്ന് ടോർച്ചർ ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്തിനാ ടെൻഷൻ ആവുന്നത്? ടെൻഷൻ ആവാതെ പിന്നെ എൻ്റെ അച്ഛൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്നല്ലേ ചോദിച്ചോളൂ. നിന്നോട് പറയാത്തത് നിന്റെ അച്ഛൻ എന്നോട് പറയുന്നത് എങ്ങനെയാ? അളിയാ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം. നിന്റെ അച്ഛന് വേറെ സെറ്റപ്പ് എന്തെങ്കിലും, അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റിന്റെ ആവശ്യമോ? ഡാ, അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിക്കാൻ നിൽക്കണ്ട. സാർ, ആ ഫയൽ വിറ്റ് 50 കോടി സമ്പാദിച്ചില്ലേ? ആ പയ്യൻ നാളെ പണമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ആ പണം എവിടെയെന്ന് ആലോചിച്ച് തല പുണ്ണായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവൻ പണം കൊണ്ട് വന്നാ നമുക്കപ്പം ആലോചിക്കാം. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. അന്ന് രമേശിന്റെ അച്ഛൻ ഇവിടെ വന്ന് പണം ചോദിച്ചു. ഇന്ന് രമേശും വന്ന് ചോദിക്കുന്നു. എന്താ ഇതൊക്കെ അരവിന്ദ്? ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഇതിൽ ഇൻവോൾവ്ഡ് ആണോ? ഞാൻ ആകെ ടെൻഷനിലിരിക്കുക.
നീ പോ, എന്നെ ഒന്ന് തനിച്ചു വിട്. എന്താ ടെൻഷൻ നിങ്ങളുടെ? തനിയെ വിടാൻ പറഞ്ഞില്ലേ, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. എന്താ എന്നോട് പറയാൻ പറ്റാത്തത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതെന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്? അങ്ങനെ എന്താ പറയാൻ പറ്റാത്ത കാര്യമുള്ളത്? എന്തോ ഉള്ളത് കൊണ്ടല്ലേ മറക്കുന്നത്? അതേടി, അതെനിക്ക് പറയാൻ സൗകര്യമില്ല. എന്നിട്ട് എല്ലാം പോയി നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പറയാനല്ലേ? അതല്ലേ നിനക്ക് വേണ്ടേ? എക്സ് ബോയ് ഫ്രണ്ടോ? ഏയ്, എനിക്കറിയാടി, രമേശ് നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാ? ഏയ്, അറിയാടി, എല്ലാം എനിക്കറിയാം. അവനെ അവോയ്ഡ് ചെയ്തെല്ലാം ഒളിഞ്ഞു ഞാൻ കണ്ടതാ. നിങ്ങളുടെ പുറകെ തന്നെ ഞാനുണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോ, നിന്റെ സൗന്ദര്യം കണ്ടപ്പോ ലൈഫിൽ എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടാഞ്ഞെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നില്ല. നിങ്ങളായിട്ട് തന്നെയാണ് വേർപിരിഞ്ഞത്. പിന്നെ ഞാൻ നിന്നെ സ്വന്തമാക്കി എന്താ കുഴപ്പം? അതുകൊണ്ടാണ് എൻ്റെ അമ്മയോട് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചത്. ഇപ്പോ നീ എൻ്റെ. നിങ്ങൾ എന്തിനാ അവനെങ്ങനെ ഹേറ്റ് ചെയ്യുന്നത്? അപ്പോ അവന്റെ അച്ഛന്റെ പണം അത് ഞാൻ തന്നെയല്ലേ എടുത്തേ. ആ പണം എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ എന്ത് വേണം നിനക്കതിന്? എടാ, ഇതിനകത്ത് 5 കോടി രൂപ ക്യാഷ് ഉണ്ട്. 5 കോടിയോ? എവിടെന്നാ മാമ? എവിടെന്നാ ഇത്രയും പണം? ഇത് എന്റെ ഓഫീസർ തെറ്റായ വിധത്തിൽ സമ്പാദിച്ച പണമാ. ആരോ ഇൻഫർമേഷൻ കൊടുത്ത് നാളെ അയാളെ വീട്ടിൽ റെയ്ഡ് നടക്കാൻ പോവാ. അതുകൊണ്ട് ഈ പണം എന്റെ അടുത്ത് നിന്റെ വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞതാ. മാമ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരും? അങ്ങനെ ഒരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലല്ലേ, അവിടുത്തെ കൊണ്ട് വെക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ കള്ളം കയറിയത്. അതുകൊണ്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓഫീസർ പറഞ്ഞോണ്ട് ഞാൻ നിന്നോട് തിരിച്ചു വാങ്ങിച്ചോളാം. ഇതത് നീ അകത്തുകൊണ്ട് വെക്കേ. ഓക്കെ മാമ, എന്നാ അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. ബ്ലാക്ക് മണി റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പേടിക്കും. ഞാൻ പറയില്ല. അതുപോലെ നീ രമേഷിന്റെ അടുത്തും ചിറ്റെടുത്തും ഈ കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത്. അവരാകെ ടെൻഷൻ അടിക്കും മോനെ. അത് മാത്രമല്ല, രമേഷ് ഉണ്ടല്ലോ, അവൻ ഈ വക ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ട് പണം തിരിച്ചു കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനിടയിൽ അങ്ങേര് വന്ന് പണം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്റെ അടുത്തൊന്നുമില്ല പണം. അത് ഓഫീസർ ഇപ്പൊ തിരിച്ചു കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുക. പോയി എടുത്തോണ്ട് വാ. എന്തായി പറയുന്നു മാമ? ഏത് പണം? എടാ, നിന്റെ കല്യാണത്തിന് തലേ ദിവസം ആ ഓഫീസർ എന്റെ അടുത്ത് തന്നു പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് കൂടെ തന്നില്ലേ, ഒരു കറുത്ത ബാഗ്? അത് തന്നെ. പോയി എടുത്തോണ്ട് വാ. മാമൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കല്യാണത്തിന് ബാഗ് കൊണ്ടുവന്നു? ഇല്ല മാമ, അങ്ങനെ ഒരു ബാഗും മാമൻ ഇതുവരെ എനിക്ക് തന്നിട്ടില്ലെന്ന് ഉറപ്പാ. തമാശ കളിക്കാതെ പോയി എടുത്തോണ്ട് വാ. മാമ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. അങ്ങനെ ഒന്നും മാമൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. തമാശക്കൊരു അളവില്ലേ? പോടാ. എന്തു പറ്റിയേട്ടാ? അത് പിന്നെ എന്റെ ഓഫീസർ എന്റെ അടുത്ത് കുറച്ച് പൈസ ഏൽപ്പിച്ചായിരുന്നു. അത് ഞാൻ ഇവന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞതാ. ഇപ്പൊ ചോദിച്ച പണം തന്നിട്ടില്ലാന്ന്. തമാശ പറഞ്ഞ പരിധി വേണ്ടേ? എന്താടാ, എടുത്തു കൊടുക്കപ്പോ. മാമൻ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നമ്മേ? മാമ, എവിടെയെങ്കിലും വെച്ച് മാമ മറന്നുപോയതായിരിക്കും. അടിക്കും മാമ, അടിക്കേ. എന്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ നിങ്ങളെല്ലാരും വീട്ടിൽ കയറി വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തേട്ടാ അവന്റെ നേർക്ക് കയ്യോങ്ങുന്നേ? തന്നില്ല എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ മോൻ കള്ളത്തരം പറയില്ല. മാമ, ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്ക്. കുറച്ച് നാളായിട്ട് മാമനും മറവി ഇത്തിരി കൂടുതലാണ്. ഞാൻ ആ രമേഷിനോട് പറഞ്ഞതാ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. ഇപ്പൊ കണ്ടില്ലേ? നന്നായിട്ട് ആലോചിച്ചാ ഞാൻ പറയുന്നത്. ആ പണം ഞാൻ നിന്റെ അടുത്തല്ലേ തന്നത്? അല്ല, അത് ഇല്ല മാമ, എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും. അതോടെ ആ പ്രശ്നം തീരുമെന്ന് ഞാൻ വിചാരിച്ചേ. പിറ്റേന്ന് രമേഷ് എൻ്റെ അടുത്ത് വന്നു. അവനെല്ലാം അറിയാമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ അവനോട് ഇങ്ങേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എടാ രവിന്ദ്, പ്ലീസ് എടാ, അതിങ്ങ് തന്നേക്കടാ. വേറൊന്നിനും വേണ്ടിയല്ല. എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുമെന്നുള്ള പേടി കൊണ്ട് പറയാ. എന്താ മാമ ഈ പറയുന്നേ? ഇല്ലാത്ത പണം ഞാൻ എങ്ങനെ തരാനാ? ചത്തിട്ട് ഞാൻ കുറെ കാലത്തേക്ക് പണം പുറത്തെടുത്തില്ല. ഇപ്പൊ ബിസിനസ്സിൽ ഇറക്കാന്ന് വിചാരിച്ചപ്പോ അതിൻ്റെ ഇടയിൽ അവൻ കയറി വന്നിരിക്കുന്നു. യുവമാർക്കൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? പോടി. അവൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണോ? ആരോ കട്ടുകൊണ്ട് കൊടുത്ത കാശല്ലേ? ഏയ്, എവിടെ പോടി? സുഖം തന്നെയല്ലേ? ആ, കുഴപ്പമില്ല. വീട്ടിലെല്ലാവരും സുഖം തന്നെ. രമേഷ് ഏട്ടനെന്താ?
അങ്ങനെ തന്നെ. രാവിലെ കടയിൽ ജോലിക്ക് പോവും, രാത്രി തിരിച്ചു വരും. ഏട്ടന്റെ അമ്മ വീടിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. മുൻപുള്ള സന്തോഷമൊന്നും എന്നില്ല. എപ്പോഴും ഏട്ടന് ഓരോ ആലോചനയാ. അച്ഛനെന്തു പറ്റിയെന്നിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. ബാക്കിയൊന്നും സാരമില്ല, എപ്പോഴും ചുറുചുറുക്കായി നടന്നുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. എന്റെ അടുത്ത് പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഏട്ടൻ എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളത്. ഇന്നലെ കൂടി എന്റെ അടുത്ത് കരഞ്ഞു. എന്തിനേട്ടന്റെ കണ്ണ് കലങ്ങുന്ന? അനാവശ്യമായിട്ട് എന്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളെ കരയിപ്പിച്ചു. ഇല്ല, അതൊന്നും അല്ല. ഇല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി. ഇല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രമേശിന്റെ ഫാദറിന്റെ മരണത്തിന് അരവിന്ദ കാരണം. രമേശിന്റെ അച്ഛൻ കൊടുത്ത പണം അരവിന്ദ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നിന്നെ പോലെ വളർത്തിയതാ ഞാൻ അവനെ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇല്ല, എനിക്ക് അവനെ ഒരു തവണ കൂടി കാണണം. അവന്റെ മുഖം കാണണം. നിന്റെ അച്ഛനെ കൊന്നവനെ ഒരിക്കൽ കൂടി എനിക്ക് കാണണം. എനിക്ക് കാണണം. അവനെ വിടരുത് രമേശൻ, അവനെ വെറുതെ വിടരുത്. അവൻ രക്ഷപ്പെടാൻ പാടില്ല.